ഇനി നമ്മൾ ഷിരൂരിലേക്കാണ് പോകുന്നത്. ഷിരൂരിലെ മൂന്നാം ഘട്ട ദൗത്യത്തിൽ ഇന്ന് നിർണായകമാണ്. ഡ്രഡ്ജിങ്ങിന് പുറമെ NDRF, SDRF സംഘങ്ങൾ കൂടി ഇന്ന് തെരച്ചിലിന്റെ ഭാഗമാകും. റിട്ടയേർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലൻ ഇന്ന് ഷിരൂരിലെത്തും. ഇന്നത്തെ ദൗത്യത്തിന് ഉത്തര കന്നഡ SP നാരായണ നേതൃത്വം നൽകും. ഇന്നലെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗം ഇന്ന് DNA പരിശോധനയ്ക്കായി IFSLലേക്ക് അയക്കും. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയുടെ സേവനം തുടർന്നും ലഭ്യമാക്കണമെന്ന് ലോറി ഉടമ മനാഫ് കാർവാർ MLA അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഷിരൂരിലെ തിരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുമെന്നാണ് അറിയേണ്ടത്. കാരണം ഇന്നലെ അസ്ഥിയുടെ ഭാഗമടക്കം കിട്ടുന്നു. ഒപ്പം മറ്റ് തെരച്ചിൽ രീതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഈശ്വർ മാൽപേ മാറി നിൽക്കുന്ന ഒരു ഘട്ടം, അത് തിരിച്ചു വരണമെന്ന് അർജുന്റെ കുടുംബം അല്ലെങ്കിൽ മനാഫ് അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈശ്വർ മാൽപേ വീണ്ടും തെരച്ചിലിന്റെ ഭാഗമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഒപ്പം ഇന്ന് തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? ഇന്ദ്രബാലൻ എപ്പോഴായിരിക്കും എത്തുക? തുളസി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറെ നിർണായകമായ ദിനം തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നലെയാണ് ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസ്ഥി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അസ്ഥിയുടെ ഭാഗമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് നിലവിൽ അങ്കോല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ഇന്ന് IFSLലേക്ക് മാറ്റുകയും ചെയ്യും. തുടർന്നായിരിക്കും DNA പരിശോധനയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ അസ്ഥിയാണോ എന്നുള്ളത് സംബന്ധിച്ച പൂർണ്ണമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഔദ്യോഗികമായ വിശദീകരണവും അക്കാര്യത്തിൽ വന്നിട്ടില്ല. അത് പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ തന്നെ കാണാതായിട്ടുള്ള 3 ആളുകളുടെ കുടുംബത്തിൻ്റെ DNA സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി മാച്ച് ചെയ്ത് പോകുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകളിലേക്ക് കടക്കും. അതിൻ്റെ ഫലം വരണമെങ്കിൽ 4 മുതൽ 5 ദിവസം വരെ എടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് 3ാം ദിനത്തിലേക്ക് പൂർണ്ണതോതിൽ കടക്കുകയാണ്. 3ാം ഘട്ട ദൗത്യവുമാണ്. ആ ഘട്ടത്തിലാണ് കർണാടക സർക്കാർ വീണ്ടും റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലനെ കർണാടകയിലേക്ക് ക്ഷണിക്കുന്നത്, പ്രത്യേകിച്ച് ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടു എന്നുള്ളത് ഇന്നലെ കാർവാർ MLA തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടിയാണ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഷിരൂരിലേക്ക് എത്തുന്നത്. അദ്ദേഹം GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തന്നെ മാർക്ക് ചെയ്തിരുന്ന, ഐബോർഡ് പരിശോധന പ്രകാരം മാർക്ക് ചെയ്തിരുന്ന 4 കോൺടാക്ട് പോയിന്റുകളിൽ CP4 എന്ന് രേഖപ്പെടുത്തിയ ആ മേഖലയിൽ വീണ്ടും GPS പരിശോധന നടത്തും. അവിടെ ലോഹഭാഗം സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള പരിശോധനകളായിരിക്കും ഇന്ന് ഉണ്ടാകുക. അത്തരത്തിൽ ആ ലോഹഭാഗം ആ മേഖലയിലുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണെങ്കിൽ അവിടേക്ക് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ചുകൊണ്ട് മണ്ണ് നീക്കം സാധ്യമാക്കി ഇത്തരത്തിൽ ലോഹഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ തന്നെയായിരിക്കും പ്രധാനമായും ഉണ്ടാവുകയും ചെയ്യുക. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കണ്ടതാണ് പല വിധത്തിലുള്ള ലോഹഭാഗങ്ങൾ ഗംഗാവലി നദിയിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു. അതിനൊതുക്കുന്ന സാഹചര്യം ഒരുക്കിയത് മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപയുടെ പല വിധത്തിലുള്ള ഡൈവിങ്ങുകളായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവുമായി പല വിധത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതിനെ തുടർന്ന് ഈശ്വർ മാൽപെ ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി മാൽപയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ വീട്ടിൽ കുട്ടിക്ക് അസുഖമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇനി ഒരു തർക്കത്തിനില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടും സങ്കടകരമാണ് കാര്യങ്ങളെന്ന് വിശദീകരിച്ചുമാണ് മാൽപെ ഷിരൂർ വിട്ടിട്ടുള്ളത്. പക്ഷേ മാൽപയെ തിരികെ കൊണ്ടുവരണമെന്നും വലിയ രീതിയിലുള്ള തെരച്ചിലിൻ്റെ ഭാഗമാക്കണമെന്നുമുള്ളതാണ് അർജുൻ്റെ കുടുംബവും ഒപ്പം തന്നെ ലോറി ഉടമയും മനാഫും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. അത് സംബന്ധിച്ച് കാർവാർ MLA സതീഷ് സൈനിയുമായി മനാഫ് ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ തന്നെ ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരുമായി പല ഘട്ടത്തിലും തൻ്റെതായ അഭിപ്രായത്തിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈശ്വർ മാൽപേ എന്നുള്ളതാണ്. അതുകൊണ്ട് മാൽപയെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ആ തരത്തിൽ ചർച്ചകളിലേക്ക് പോകുമോ എന്നുള്ളത് അറിയേണ്ടതുമുണ്ട്. എന്തായാലും ഇന്ന് ഡ്രഡ്ജിംഗ് വളരെ സജീവമായി തന്നെ പുരോഗമിക്കും. ആ സംഘത്തിനൊപ്പം തന്നെ NDRFും SDRF സംഘാംഗങ്ങളും കൂടി ചേരുകയും ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് ഏകോപിതമായ ഒരു ദൗത്യത്തിലേക്ക് 3ാം ഘട്ടത്തിൽ ഈ 3ാം ദിവസത്തിൽ പോകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. നേരത്തെ തന്നെ ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പൂർണ്ണതോതിലുള്ള മേൽനോട്ട ചുമതല ഉത്തര കന്നഡ SP M. നാരായണയ്ക്ക് നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സജീവതയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലൻ ഏതാണ്ട് 11 മണിയോടുകൂടി ഷിരൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് GPS പരിശോധന കൂടി പൂർത്തിയാക്കിയാൽ ഏതെങ്കിലും തരത്തിൽ ആ വാഹനം കണ്ടെത്താൻ കഴിയുമോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ എവിടെയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തുമോ എന്നുള്ളത് കൂടി അറിയാനും കഴിയും. ശ്രുതി, ശരി, വ്യക്തമാണ്. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.